അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. കെട്ടിപ്പിടിക്കാതെ മാറി കിടക്കടാ, അല്ലെങ്കിൽ എൻ്റെ പട്ടി കെട്ടിപ്പിടിക്കുന്നതന്നെ. അങ്ങോട്ട് നീങ്ങി കിടക്കടാ. മോളിക്കുട്ടി മുറിയിൽ നിന്ന് പുറത്താക്കിയത് പ്രമാണിച്ച് രവിയുടെ മുറിയിലാണ് ജോയി പോ. അതിൻ്റെ കലാപരിപാടിയാണ് ഇപ്പോൾ കേട്ടത്. സ്വന്തമായിട്ടൊരു മുറിയില്ലേ, എന്നിട്ട് ഇപ്പോൾ അത് കിടക്കുവാ. ഒരു ചാവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, മര്യാദക്ക് ഈച്ചയും പഠിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് എസ്റ്റേറ്റിൽ കൊണ്ടുപോയി കൂടിപ്പിച്ചത് ആരടാ? ആ മോളിക്കുട്ടിനെ എന്നും മുറിയിൽ കയറ്റുപോ എന്തോ. എൻ്റെ നിഗമനത്തിൽ ഒരാഴ്ചത്തേക്ക് നീ ആ പരിസരത്തേക്ക് പോവേണ്ടി വരില്ല. കൊല്ലു നിന്നെ ഞാൻ. ആ നെഗോസിനൊരു കൂട്ട്, അതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. നടന്നു തന്നെ. അതൊക്കെ പോട്ടെ. മോൻ്റെ വിചാരം എന്നതാ, ഇങ്ങനെയെങ്കിലും പോവാനാണോ? അവളിങ്ങനെ അതിഥിയായിട്ട് നിർത്താതെ ഇവിടുത്തെ വീട്ടുകാരെയൊക്കെ നോക്കടാ. ഒട്ടും വൈകാതെ അത് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചിലപ്പോൾ അവളതിന് സമ്മതിച്ചെന്ന് വരില്ല. നീ എന്നതാടെ പറയുന്നത്? വൈകിയാണ് സമ്മതിക്കാത്തത്. ഒന്ന് പോടാ. ഞാനെല്ലാം പറഞ്ഞതല്ലേ നിന്നോട്. അവളതെല്ലാം അറിയുമ്പോൾ തോന്നുന്നുണ്ടോ നിനക്ക് ഇവിടേക്ക് എൻ്റെ പെണ്ണായി വരുമെന്ന്? എടാ, എല്ലാം മനസ്സിലാക്കിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. അതിനാദ്യം വേണ്ടത് നമ്മളറിഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയാണ്. എല്ലാം ഒരു കരകത്തിക്കണം. അതുവരെ ഒരു പെടച്ചില്ല നെഞ്ചിൽ. അത് കഴിഞ്ഞിട്ട് വേണം നീയുമായി ഒരു കോമ്പറ്റീഷൻ തുടങ്ങാൻ. എന്നാ കോമ്പറ്റീഷൻ? നിനക്ക് അന്നക്കൊച്ച്, എനിക്ക് ആദ്യം. ഇപ്പൊ സമാസമോ? കേട്ടെന്ന് കഴിഞ്ഞിട്ട് വേണം അതിനൊരു മാറ്റം വരുത്താൻ. മിക്കവാറും നടക്കും. ഇവിടെ വന്ന ടൈമിൽ വൈക പാവം പിടിച്ചിട്ട് കൊച്ചായിരുന്നു. ഇപ്പൊ മോളിക്കുട്ടിയുടെ കൂടെ കൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട്. എന്നതായാലും ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് മോനെ. ആദ്യം നീ അവളെ കെട്ടാൻ നോക്ക്. ഇപ്പം ഞങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഞങ്ങളുടെ മിന്നുകെട്ടിനായിരിക്കും. നീ നോക്കിക്കോ. അവള് സമസ്യയിലെ പൊക്കിക്കൊണ്ട് വന്ന് കേട്ടു ഞാൻ. മിക്കവാറും അതേ നടക്കും. അപ്പോഴേക്കും ഞങ്ങളുടെ വീടൊന്ന് മോടി പിടിപ്പിക്കണം. നിന്റെ കെട്ട് കിടഞ്ഞാൽ ഞാനും പെണ്ണുപിള്ളി എൻ്റെ കൊച്ചും ഞങ്ങളുടെ പാട്ടങ്ങും പോവും. അത്രയും പറഞ്ഞ് ജോയി ഡെവിക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്നു. നീയൊന്ന് എഴുന്നേറ്റ്. എന്നാത്തിനാണ്? എനിക്ക് ഉറക്കം വരുന്നു. നീ ഒന്ന് പോയേ. നാളെ രാവിലെ ആ വെട്ടുകാർ വരും. അവിടെ കൂടെ നിന്നില്ലേ പ്രശ്നാണ്. എണീക്കണം. നീ ആരവിടുത്തെ ജോലിക്കാരനോ? ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന എന്നാത്തിനാ? പോയി പണിക്കാർ കിടക്കുന്നത് പോ. ഡാ, മിണ്ടരുത് നീ. നമ്മൾ മൂന്നായിരുന്നു. ഒരുതൻ പകുതിക്ക് വിട്ടുപോയി. ഇനി നിനക്കും പോണെങ്കിൽ പോടാ. ആ ത്രേസ്യാമയും ഫിലിപ്പും എല്ലാം നിങ്ങളോട് നിൽക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അതിനെ നീയും അവളൊക്കെ പുച്ഛിച്ച് തള്ളുന്നത് കണ്ട് സന്തോഷിച്ചവനാ ഞാൻ. അതൊക്കെ വെറും അഭിനയായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായടാ. നീ പറഞ്ഞ് എങ്ങോട്ട് കയറി പോവാ? ഞാനൊരു അനാഥനാണെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതിന് കാരണം നീയും എന്നെയും മോളിക്കുട്ടിയും അമ്മച്ചിയൊക്കെ തന്നെയാ. നീ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ അവിടെ ഞങ്ങൾ കൂടി വേണമെന്നൊരു ചോദ്യം മനസ്സിൽ വന്നു. അതുകൊണ്ടാ വീട്ടിൽ മാറാന്ന് പറഞ്ഞത്. അമ്മച്ചി നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുവന്നത് അന്നെ കൊച്ചിന് വയ്യാതെ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അവിടെ നിർത്തേണ്ടെന്ന അമ്മച്ചി ഞാനും കൂടി എടുത്ത തീരുമാനം. എന്റെ ഡെന്നി ഇല്ലാത്ത വിഷമം ആ പാവം അറിയാത്തത് നീ കാരണ. നിനക്ക് ഇവിടുന്ന് പോണോടാ. എത്ര അപ്പുറത്താണെന്ന് പറഞ്ഞാലും വേണ്ട. ഇനി നീയും അവളും കൊച്ചും എല്ലാം ഇവിടെയാ. നിർത്ത്. നീ പറഞ്ഞ സെന്റിയാക്കാതെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി നീ ഇറക്കി പോടാന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോവില്ല. പോരെ? അയ്യോ, അങ്ങനെ പറയരുത്. നിനക്ക് പോവേണ്ടേ? പോടാ. പക്ഷെ പോകുമ്പോ ഒറ്റക്ക് പോക്കണം. അവളും കൊച്ചി ഇവിടെ നിൽക്കും. നീ ഒറ്റക്ക് മോടി പിടിപ്പിച്ച വീട്ടിൽ കിടക്ക്. അത് പറ്റൂല. എനിക്ക് നീയായിട്ടൊരു കോമ്പറ്റീഷൻ നടത്താനുള്ളതല്ലേ മോനെ. അത്രയും പറഞ്ഞ് ജോയി അവനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കാത്തടാ. ഞാൻ കെട്ടിപ്പിടിച്ചാൽ കുറ്റം. പാതിരാത്രി ആരും കാണാതെ പാത്തും പതുങ്ങി ആ പെങ്കൊച്ചിന്റെ മുറിയിൽ പോയി അവനെ കിടക്കാം അല്ലേടാ? നീ കണ്ടോ അത്? ഇല്ല, ഞാൻ ഗണിച്ചറിഞ്ഞു. ഇനി അങ്ങനെ ഇവിടുന്ന് ഉണ്ടായ അമ്മച്ചോട് പറഞ്ഞ ഞാനായിരിക്കും. കെട്ട് കഴിഞ്ഞുള്ള രാത്രി സഞ്ചാരം മതിയിട്ടോ. ഉത്തരവ്. ഇനിയെങ്കിലും ഒന്ന് നീങ്ങിക്കിടക്കടാ. അവൾ എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത്? അതൊക്കെ അവൾക്ക് ശീലാണ് മോനെ. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞു. ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ വൈകിയും ആദിയും ആ കുടുംബവുമായി ഇണങ്ങിയിരുന്നു. വൈകൊക്കെ കോളേജിലേക്ക് തയ്യാറാക്കി കൊടുക്കാൻ കുറച്ച് റെക്കോർഡ്സ് പ്ലാനിലായതുകൊണ്ട് അത് ബാമയെ ഏൽപ്പിക്കാനായി വിഷൻ തിരിച്ചു പോയിരുന്നു. ഡെബിയോടൊപ്പം അവളും മോളും മടങ്ങി വന്നാൽ മതിയെന്നും അയാൾ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ അന്ന കൊച്ചിൻ്റെയും ആദിയുടെയും കുസൃതികൾ കൂടി വന്നു. എല്ലാം കൊണ്ടും ആ വീടൊരു കൊച്ചു സ്വർഗം തന്നെയായിരുന്നു. ജോയി സ്പെഷ്യൽ ബീഫ് വരട്ടിയത് റെഡിയായി. എല്ലാവരും പായോ. ഡേവി സ്പെഷ്യൽ കാപ്പയും മീനും റെഡി. കഴിഞ്ഞോ? രണ്ടും കൂടി എപ്പോൾ കയറിയത് അടുക്കളയിൽ? ഈ നേരം കൊണ്ട് 100 പേർക്കുള്ള സദ്യ ഉണ്ടാക്കായിരുന്നു. മോളിക്കുട്ടി പറഞ്ഞു. എന്നാ നീ പോയി സദ്യ ഉണ്ടാക്കി കഴിക്ക്.
ഇനി അതേ പിടിച്ച് തൂങ്ങണം. രണ്ടും കൂടി മിണ്ടിയ അടിയാ. ജോയിച്ചായ ചുമ്മാ വഴക്കിനെ വെള്ളം മിണ്ടാതിരുന്നേ. അത് ഇപ്പം മാത്രം ഉള്ളതല്ലേ കൊച്ചേ, പണ്ട് തൊട്ട് രണ്ടും കൂടി കീരിയും പാമ്പാ. പിള്ളേരെന്തിയേടി? ഞങ്ങൾ ഇബിരിയുണ്ട്. ആയോ പിന്നല്ലേ, ജോബാപ്പൻ്റെ കൊച്ചിനെ എന്നതാ ഉണ്ടാക്കിയെന്ന് നോക്കി. വേറെ ഒരു കുഞ്ഞിന് ഇതില്ല. ആദ്യം ജോയിക്കിപ്പോൾ ജോബാപ്പയാണ്, മോളിക്കുട്ടി മോളിമാമയും. അന്ന വൈകിയപ്പോൾ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഡേവി പിന്നെ എല്ലാവർക്കും ഡേവി തന്നെ. എന്തെങ്കിലും കാര്യം സാധിക്കാൻ മാത്രം ആദ്യം അവൻ പപ്പയാണ്. അല്ലെങ്കിൽ ആറ്റി വേനും അത് കഴിച്ചു. ജോയിയും അന്നക്കൊച്ചും തമ്മിൽ അത്ര രസത്തിലല്ല. അവന് നല്ലതുപോലെ തേച്ച് വെച്ചിരുന്ന വെള്ള ഷർട്ടിൽ അന്നക്കൊച്ചൊരു ചുവന്ന റോസാപ്പൂ വരച്ചു. റോസാപ്പൂ ശരിയാവാത്തൊന്നും അറിയില്ല. ജോയി അപ്പം തന്നെ വരച്ച കളർ പെൻസിലെല്ലാം കൂടി എടുത്ത് അലമാരയുടെ മുകളിൽ വെച്ചു. ഇപ്പൊ രണ്ടാളും ഇങ്ങനെയാണ്. കഴിക്കുവാണെങ്കിൽ കഴിക്കണ്ട, എൻ്റെ ആദ്യമോള് കഴിക്കടാ. ഇത് കഴിഞ്ഞ് നമുക്ക് കറങ്ങാൻ പോണേ. ഐസ്ക്രീം വാങ്ങണം, കുറെ പാവ വാങ്ങണം, വേണ്ടേ? അന്നയെ ഒളിക്കണ്ടിട്ട് നോക്കി ജോയി ആദിയോട് ചോദിച്ചു. കേൾക്കേണ്ട താമസം ആദ്യം എല്ലാത്തിനും തലകുലുക്കി സമ്മതിച്ച് പോകാൻ റെഡിയായി ഇരിപ്പായി. ചുമ്മാ പഞ്ഞ് പറ്റിച്ചു ആദ്യമോലെ. അവയെ ചെല്ലുമ്പോൾ പറയും ഐസ്ക്രീമിന് തണുപ്പില്ല, പാവക്ക് കലരില്ല, മുട്ടായി കഴിച്ചാൽ പുയു വരും, ഒന്നും വാങ്ങി തരൂല. ഓരോ വിരലും മടക്കി എണ്ണി എണ്ണി പറയുന്ന അന്നയെ കാണുക എല്ലാവർക്കും ചിരി വന്നു. ജോയി അവളെ നോക്കി പല്ല് കടിച്ചു. അതൊക്കെ പണ്ട്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എല്ലാം വാങ്ങിക്കൊടുക്കും. എന്നിട്ട് നിന്റെ മുന്നിൽ കൂടി ഇതെല്ലാം തിന്നുകൊണ്ട് ആദ്യമോളും നടക്കും. അപ്പം നീ ഇങ്ങനെ അയ്യോ എനിക്കൂടി പപ്പാന്ന് ചോദിച്ച് എൻ്റെ പിറകെ വരും. അയ്യടാ, ഞാനെങ്ങും പറ്റൂല, എൻ്റെ പപ്പയുടെ അയച്ചിരി മേണ്ട. അതെന്താ കുരുട്ടെ നിനക്ക് വേണ്ടാത്തേ? മര്യാദ കടങ്ങിയിരുന്ന അന്നയുടെ പിന്നിലായി ചേർന്ന് അവളുടെ തലയിലിരുന്ന മുയൽ ചെറിയൻ തൊപ്പി ഊരിയെടുത്താണ് ഈ ചോദ്യം. അന്നക്ക് വേറെ എന്തിനേക്കാളും ജീവനാണ് ആ തൊപ്പി. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോയി ഊരിയതും. എൻ്റെ തൊപ്പിട്ടാ അമ്മ, ഇപ്പൊ അപ്പൊ കാന്റിന് കണ്ടോ, വൈകിന് വരുവാ. എന്നെ കഷ്ട കർത്താവേത്. ആ കൊച്ചിനെ തൊപ്പി കൊടുക്കും മനുഷ്യ. നിങ്ങളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുവാണോ? അടുക്കളയിൽ നിന്നും എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റുമായി വന്ന് മോളിക്കുട്ടി പറഞ്ഞു. അവന് കൊച്ചിൻ്റെ അടുത്തുനിന്ന് എന്തോ കിട്ടാറായി. അത് നമ്മളായിട്ട് തന്നെ അതിനെ ഇല്ലാതാക്കുന്നതെന്ന് കരുതിയാടി. നീ ആ കപ്പ ഇങ്ങോട്ടിട്ട്. ആ ചുമ്മാ നിൽക്കാതെ നിങ്ങൾ ഇരിക്കാൻ നോക്കൂ പിള്ളാരെ. ജോ പാപ്പ, മറ്റന്നെ പഞ്ഞില്ലേ? അന്നെ കൊച്ചിനോട് പറയണ്ട, ശീക്കരറ്റായിട്ട് വെക്കണേന്. ഞാനത് പഞ്ഞില്ല കേട്ടോ. മറ്റന്നാളോ? മിനിഞ്ഞാന്നാണ് അവൾക്ക് മറ്റന്നാള്. അല്ല, എന്ത് സീക്രട്ടാ? എന്ത് വജുവച്ചായ? നിനക്ക് എന്നതാ കൊച്ചേ, ഈ കുരിപ്പിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എനിക്കിട്ട് എന്തോ പണിയാ വരുന്നതെന്ന്. അല്ലേലും കൂട്ടുകാരിയെ പറയുമ്പോ ഇങ്ങനെ ഒരു കുത്ത് ഞാൻ പ്രതീക്ഷിച്ചതാ. ആയൊന്നും അല്ലമ്മേ, ഞാൻ പറയനും ജോപ്പാപ്പ. ആ പറയേ ആയിണ്ടല്ലോ. മറ്റന്നാളും ഞാനും ജോപ്പാപ്പയും കൂടി ഡബറിൽ നോക്കാൻ പോയില്ലേ? അവിടെ ചേച്ചി വന്നു. ഏത് ചേച്ചി? നിർത്ത്, നീ ഒന്നും മിണ്ടണ്ട. വാതുറക്ക്, ഈ ചോറ് ഇവിടെ ഇരിക്കട്ടെ, അല്ലേ പ്രശ്ന. ആദിയുടെ വായിലേക്ക് പ്ലേറ്റിലെ ചോറ് കുത്തിക്കയറ്റി ജോയി നോക്കിയത് മോളിക്കുട്ടിയുടെ മുഖത്തേക്കാണ്. അവളുടെ പുരികത്തിലെ ചുളിവുകൾ കണ്ടപ്പോൾ ജോയി ഇന്ന് താൻ മുറിക്ക് പുറത്താണെന്ന് ഉറപ്പിച്ചു. അതേത് ചേച്ചിയടാ ജോയെ? കൊച്ചുങ്ങൾ കള്ളം പറയില്ല. മോളെ, ഏത് ചേച്ചിയാ? എനിക്കറിഞ്ഞൂല, പക്ഷെ ആ ചേച്ചി ജോപ്പാപ്പൊക്കെ ഒരു ചൂറ്റരം കുറ്റു. അത് ഞാൻ കണ്ടു. സൂത്രോ? നീ ഇതെന്തൊക്കെയാ കൊച്ചേ പറയുന്നത്? ഏത് ചേച്ചി, ഏത് സൂത്രം? ഈ നിനക്കാണല്ലോ ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാനിരുന്നത്. ഇതിലും ഭേദം അന്ന കൊച്ചാ. അത് കിടന്ന് മന്ന അവനെ നോക്കി പുച്ഛിച്ചു. നിങ്ങൾ വിഷയമൊന്നും മാറ്റേണ്ട. സത്യം പറഞ്ഞു, ഏത് ചേച്ചിയുടെ കാര്യമാണ് കൊച്ചു പറഞ്ഞത്? അവൾ എന്നതാ മനുഷ്യൻ നിങ്ങൾക്ക് തന്നത്? പിള്ളേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. അത് കിടന്ന് മോളിക്കുട്ടി അവനെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. ഡാ, നിന്റെ ബീഫ്. എൻ്റെ ബീഫ് മിക്കവാറും ഇന്ന് അവളെ എടുക്കും. നീ അടുത്തിരിക്കുന്ന സാധനത്തിനും നോക്കി വെച്ചേക്ക്. ഞാൻ തിരിച്ചു വരുമ്പോ അതേപോലെ തോട്ടിലെടുത്തറിയത്തേ ഉള്ളൂ. പോകുന്ന പോക്കിലും അവൻ വിളിച്ചു പറയാൻ മറന്നില്ല. ഇനി പറയേ, ഏത് ചേച്ചിയുടെ കാര്യം മോള് പറഞ്ഞത്? ഇവരെ വരില്ലേ ബാഗിട്ടോണ്ട് കുറേ ചേച്ചിമാര്? അതുപോലെ ഒരു ചേച്ചിയാ പഞ്ഞേ. ആ ചേച്ചി ബാഗിനൊരു ചൂറ്റരും ചോപ്പ കൊടുത്തു. ഞാനതല്ലേ പഞ്ഞേ. സെയിൽസ് ഗേൾസ് ആണോ? നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ആദി? അതങ്ങ് നേരെ ചൊവ്വ പറഞ്ഞാൽ പോരെ. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണോ? ഇത് നീ അറിഞ്ഞോണ്ട് ചോദിച്ചാലും പണി കൊടുത്താലേ. ആയേ, അന്നെ കൊച്ചും ചോപ്പം മിന്നാറ്റ അതോനെ ഞാൻ അങ്ങനെ പഞ്ഞേ. നല്ല പഞ്ചാര അരിമോല് ഉമ്മ. ചക്കര അന്നെക്കൊച്ചി ഉമ്മ. ചക്കരയും പഞ്ചാരയും കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരുന്നു.
അവൻ അവൾ കൊന്നോ ആവോ. ഇതേ സമയം മുകളിലെ മുറിയിൽ അന്തരീക്ഷത്തിൽ തലേണയും ജീപ്പും പൗഡറിനും പറക്കുകയായിരുന്നു. എടി കർത്താവാണ്, നീയാണ്, നമ്മുടെ മോളാണ്. എനിക്കങ്ങനെ ഒരു ചേച്ചി അറിയേല. ആ കുരിപ്പ് അറിഞ്ഞുകൊണ്ട് പണി തന്നതടി. നീ എറിയലൊന്നും നിർത്ത്. വല്ലതും പറ്റിപ്പോയാ നീ തന്നെ വേണം നോക്കാൻ. തനിക്ക് നേരെ പറന്നു വരുന്ന ഹാൻഡ് ബാഗ് കണ്ടതും അവൻ വിളിച്ചു പറഞ്ഞു. ഞാൻ നോക്കാനോ? അങ്ങനെ ആശിച്ച അവിടെ കിടക്കത്തേ ഉള്ളൂ. പോയി നിങ്ങളുടെ ചേച്ചിയെ വിളിക്ക്. ഏത് ചേച്ചി? എനിക്കാണോ മനുഷ്യൻ അറിയുന്നത്? അന്നേ ദേവി പറഞ്ഞതാ, അറിഞ്ഞോണ്ട് നീ കിണച്ച് ചാടുവാണോന്ന്. കേട്ടില്ല ഞാൻ. നിങ്ങളോടുള്ള പ്രേമം മൂത്ത് വട്ടായി നടക്കുമല്ലായിരുന്നോ? അതിന്റെ കൂലിയാ എനിക്ക് ഇന്ന് കിട്ടിയത്. നിങ്ങൾ എന്നെ ചതിക്കുവായിരുന്നല്ലേ? നീ ഈ പറഞ്ഞ എങ്ങോട്ടാ ഈ പോകുന്നത്? എന്റെ കുഞ്ഞിങ് വാ, ഞാനൊന്ന് പറയട്ടെ. ഒരു കുഞ്ഞുമില്ല മഞ്ഞുമില്ല. ഈ പഞ്ചാര വാക്കില ഇത്രയും നാൾ നിങ്ങൾ എന്നെ പറ്റിച്ചത്. ഇനി അതിനെന്നെ കിട്ടില്ല. എനിക്ക് ഇപ്പൊ ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? അതെ, എനിക്ക് നീതി വേണം. ഇവിടെ ഇങ്ങനെ അണ്ടിപ്പരിപ്പും ചവച്ചുകൊണ്ടിരിക്കാതെ അവരെ പോയി നോക്ക്. പിള്ളേരുടെ കൂടെ കാർട്ടൂൺ കണ്ടിരുന്ന ഡെവിയോടായി അവള് പറഞ്ഞു. അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തില് ഞാനെന്നെ അതിനിടയിൽ കയറി പോകുന്നത്. അയ്യേ പാപ്പ പോഞ്ഞ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവരെ തമ്മിൽ തല്ലിച്ചിട്ട് ഇപ്പൊ പറയുന്നേ കേട്ടില്ലേ? മര്യാദക്ക് എല്ലാം കൂടി പോയി അവരുടെ വഴക്ക് തീർത്തോണ്ട് വന്നേ. ഇല്ല, ഇന്നാർക്കും ഇവിടെ പച്ച വെള്ളം കിട്ടില്ല. അവരെ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം എടുത്തോണ്ട് പോയിട്ടാണ് അവളത് പറഞ്ഞത്. എടി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കടി. അവരെ വിളിച്ചോണ്ട് വന്നിട്ട് ബാക്കി കഴിച്ചാ മതി. പപ്പേ സോപ്പിടാനാണെ വേണ്ട. രവി, അമ്മ പപ്പയെ കൊഞ്ഞു കാഞ്ഞു. വാ പോയി നോക്കാം. അങ്ങനെയല്ല അവനിട്ട് രണ്ടെണ്ണം കിട്ടട്ടെന്ന് കരുതിയ നിങ്ങളുടെ കൂടെ നിന്നേ. ഇതിപ്പോ ഞാൻ പട്ടിണിയാവുന്ന സ്ഥിതിയായി. അവര് 3 പേരും കൂടി ചെല്ലുമ്പോ ജോയിയുടെ മുറിയിൽ വാതിലടഞ്ഞ് കിടക്കുവാണ്. പിള്ളേരവിടെ നിന്നിട്ട് രവി ചെന്ന് വാതിൽ തുറന്നു. അനക്കൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൻ മുറിയുടെ അകത്തേക്ക് തലയിട്ട് നോക്കി. ഒരു സൈഡിൽ നിന്ന് തല തിരിച്ചിൽ നിന്നത് മുറിയുടെ മൂലയിലാണ്. അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന 2 പേരെ കണ്ടതും അവൻ ഇവരുടെ അടി നിർത്താനാണോ ഇവളോ എന്നെ പറഞ്ഞു വിട്ടതെന്ന പോലെ ശബ്ദമുണ്ടാക്കാതെ ഡോറടക്കാൻ ഒരുങ്ങി. എന്നാലും എന്തോ ഒരു സംശയം തോന്നി ഒന്നുകൂടി അവരെ നോക്കിയപ്പോഴാണ് തിരിഞ്ഞു നിൽക്കുന്ന ജോയിയുടെ കഴുത്തിലിരിക്കുന്ന മോളിൽ കൂടെ കൈ കാണുന്നത്. ആ പിടുത്തത്തിലെ പന്തികേട് മനസ്സിലാക്കി അവൻ അകത്തേക്ക് കയറി. ഡീ, അവരെ വിടടി. ഇല്ലടാ, ഇന്നിങ്ങനെ ഞാൻ കൊല്ലും. ഇയാൾക്ക് അന്നക്കോച്ചിന് വേറെ അമ്മയെ കൊടുക്കണം പോലും. ഹായ് അന്നക്കുച്ചി, ജോബപ്പ അഞ്ഞ കേറ്റില്ലേ പരി. ഹായ്. ചുമ്മാതിരി പിള്ളേരെ. ഡീ, അവന്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്ക്. ഇല്ലേ നിനക്ക് അന്നക്കുച്ചിന് വേറെ അപ്പനെ തിരക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ കൈ അയച്ചു. കിട്ടിയ ജീവനും കൊണ്ട് അവൻ കട്ടിലിൽ വന്നിരുന്ന് കഴുത്ത് തിരുമ്പി. പാപ്പ പാറ്റു പാഞ്ഞു പാഞ്ഞോ? പാട്ടല്ല, ശബ്ദം എന്നില്ല ഇവിടെ മനുഷ്യന്. എന്നെ പരിപാടിയാണ് കാണിച്ചത്. ഈ പിള്ളേർ വെറുതെ ഓരോന്ന് പറഞ്ഞതാ. അത് പറഞ്ഞിട്ട് കേൾക്കേണ്ടേ? ഇപ്പൊ ഞാൻ അവൾക്ക് ആ ചേച്ചിയെ കാണിച്ചു കൊടുക്കണമെന്ന്. ഡെബി ആദ്യം ഒന്ന് നോക്കി. ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന പോലെ അവിടെ കുരിപ്പുകൾ രണ്ടും ജോയിയുടെ കഴുത്തിലെ നിരീക്ഷണം നടത്തുവാണ്. ഇടയ്ക്ക് രണ്ടാളുടെയും കുഞ്ഞിക്കൈകൾ കഴുത്തിൽ പോകുന്നുണ്ട്. കൊല്ലടി, രണ്ടും കൂടി എന്നെ കൊല്ല്. നല്ല വേനോ? ഹേയ്, നല്ല സുഖല്ലേ? 2 പൊടിക്കുപ്പിളായി പോയി. ഇല്ല, ഏപ്പ തൂക്കി എറിഞ്ഞെന്ന് ചോദിച്ചാ മതി. ചുമ്മല്ല മോനും മറ്റേ അല്ലിനെ ഇനിയും ചല്ലി കിറ്റും. ഓടിക്കോണ രണ്ടും. ഓരൂല, ഇതിനെ 2നെ ഒന്നും പിടിച്ചോണ്ട് പോടാ. അത് കേട്ടതും രണ്ടാളും അവനെ നോക്കി കൊഞ്ഞനെ കുത്തി പുറത്തേക്ക് ഓടി. ഇത്തിരി ജീവൻ കൂടി ഇനി ബാക്കിയുള്ളൂ. അത് മിക്കവാറും അവന്മാർ 2 കൂടി എടുക്കും. പിള്ളേർ പറയുന്ന എന്നാത്തിനാ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെയാ കിട്ടിയത്? എടി പൊട്ടി, ആദ്യം പറഞ്ഞത് സെയിൽസ്കേനെ പറ്റിയാ. അന്നയോട് ഇവൻ മിണ്ടാത്തോണ്ട് ആദ്യം പണി കൊടുത്തതാ. നിന്റെ കയ്യിൽ നിന്ന് വേണ്ടി 2 കിട്ടിക്കൊണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നു. ഇനിയും വന്നില്ലേ ശരിയാവില്ലെന്ന് കരുതി വായിക്കം പറഞ്ഞു വിടുതാ എന്നെ. അത് നന്നായടാ. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നേ എൻ്റെ ഒരു കുഴി കുത്തി അതിലുണ്ടായിരുന്നു. അവളുടെ ഒരു ഒടുക്കത്തെ പിടുത്തം. അത് പിന്നെ നിങ്ങൾ വേറെ കെട്ടാൻ പോകുന്നു പറഞ്ഞോണ്ടല്ലേ. നിന്റെയും ആ ഓടിപ്പോയ 2നെയും ചവിട്ട് തൊഴിൽ കൊള്ളുന്നതിനേക്കാൾ നല്ലത് അതാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണോ നീ എന്നെ കഴുത്തിൽ വെച്ച് കൊല്ലാൻ നോക്കിയത്? അതൊക്കെ കളാ. നിനക്കാ ചേച്ചി, സോറി, സെയിൽസ് സ്കെയിലിന്റെ കയ്യിൽ നിന്ന് എന്താന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അതെന്നതാ ഓലക്ക. നിനക്ക് ഇനിയും മതിയായില്ലല്ലേ? അവനല്ല എനിക്ക് അറിയേണ്ടത്. അവൾ എന്നതാ നിങ്ങൾക്ക് തന്നത്? മര്യാദക്ക് പറഞ്ഞോ, ഇല്ലേ ഞാൻ ആ കഴുത്ത് മൊത്തത്തിൽ ഒടിച്ചെടുക്കും. വേണ്ട, ഞാൻ നിങ്ങൾ ഊരി തന്നേക്കാം. നീ ഇത് കൊണ്ടുപോയി പുഴുകി തിന്ന്. അവിടെ ഒരു ചേച്ചി ആ പെണ്ണുമ്പിള്ള എനിക്കൊരു ബാത്റൂം കഴിയുന്ന ലോശന തന്നത്. നിനക്ക് പണി അത് എസ്റ്റേറ്റിൽ തന്നെയുണ്ട്. പോയെടുത്ത് കുടിക്ക്. വയലന്റെ അവതട. 2 പേരും അടിയിടിയൊക്കെ പറഞ്ഞ് സോൾവാക്കി താഴേക്ക് വന്നേക്കണം.
ഇല്ലേ ഞാൻ എൻ്റെ പിള്ളേരൊന്ന് പട്ടിണിയാവും. രണ്ടിനെ പിണക്കം മാറാതെ പച്ചവെള്ളം തരില്ലെന്നാ വൈക പറഞ്ഞേക്കുന്നേ. അത് നന്നായി. പോടാ, ഞാൻ താഴെ കാണും. നീ കൊല്ലാതെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നേക്കണേ. ആലോചിക്കാം.